ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന 24 ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് കായിക വികസന മന്ത്രി വി അബ്ദുറഹ്മാൻ. മിനാലൂർ ഇൻഡോർ സ്റ്റേഡിയം നവീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിനാലൂർ ഗ്രൗണ്ടിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് 6:30ഓടെയാണ് മിനാലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നവീകരണ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. സംസ്ഥാന കായിക വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1,41 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. സ്പോർട്സ് കേരളം ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. നവീകരണ ഉദ്ഘാടനം കായിക വികസന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളുണ്ട്. കായിക മേഖല, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആരംഭിക്കുകയാണ് കേരളത്തിൽ. അത് പരിശീലന പരിപാടികൾ നടത്തുന്നതിന് മാത്രമല്ല, അവിടെയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്കൗട്ടിംഗ് അടക്കമുള്ള കുട്ടികളെ, അവരുടെ കഴിവുകളെ കൃത്യമായി മെഷീനറി വെച്ച് അവരുടെ കായികക്ഷമതയെ അളന്ന് അവരെ ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ പരിശീലകർക്ക് കോഴ്സ് നടത്തി, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നടത്തി, ഡിപ്ലോമ കോഴ്സുകൾ നടത്തി അത് കൊടുക്കുക. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ 4 വർഷ കോഴ്സുകൾ, ഇപ്പോൾ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻ്റ് അടക്കമുള്ള 4 വർഷ കോഴ്സുകൾ നടത്താനുള്ള നടപടികളും പൂർത്തിയായി. ഇപ്പോൾ കോഴിക്കോട് സർവകലാശാല കീഴിലുള്ള 4 കോളേജുകൾ അത്തരത്തിൽ കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട്. കായിക രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരുവാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായി രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് പോളിസി നടപ്പാക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കായിക മേഖലയെ സാമ്പത്തിക മേഖലയായി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ച് 5000 കോടിയുടെ നിക്ഷേപ സാധ്യത കണ്ടെത്താനായി. ഇന്ന് രാജ്യത്ത് ആദ്യമായി ഒരു സ്പോർട്സ് പോളിസി ഇന്ത്യയിൽ തന്നെ നമ്മളാണ് കൊണ്ടുവന്നത്. കേരളത്തിലാണ് സ്പോർട്സ് പോളിസി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഈ സ്പോർട്സ് പോളിസി മറ്റൊരു സംസ്ഥാനത്തുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും ശക്തമായിട്ടുള്ളൊരു കായിക നയം ഇന്നേ വരെ രൂപപ്പെടുത്തിയില്ല. പക്ഷെ കേരളം അത് രൂപപ്പെടുത്തിയിരിക്കുന്നു. കായിക രംഗത്തുള്ള കായിക മേഖലയെ സാമ്പത്തിക മേഖലയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം, സ്പോർട്സ് എക്കോണമി, അതും കേരളം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് സംസ്ഥാനത്ത് കായിക ഉച്ചകോടി നമ്മൾ സംഘടിപ്പിച്ചത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1200 കോടിയുടെ നിക്ഷേപവും കേരള ഫുട്ബോൾ അസോസിയേഷൻ 800 കോടിയുടെ നിക്ഷേപവും നടത്തി സ്റ്റേഡിയങ്ങൾ നവീകരിക്കുകയാണ്. കായിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സ്വകാര്യ നിക്ഷേപമാണ് വരുന്നത്. കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 2000 കോടിയോളം രൂപയാണ് ഈ സർക്കാർ ചെലവഴിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ താരങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തെ ആദ്യ ഫിഫ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ സ്റ്റേഡിയം 450 കോടിയോളം രൂപ ചെലവഴിച്ച് മലപ്പുറത്ത് പണി ആരംഭിച്ചു. കായിക മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും ബന്ധിപ്പിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് 464 പഞ്ചായത്തുകളിൽ കളിക്കളങ്ങൾ ഇല്ലെന്നും ഇതിൽ 124 പഞ്ചായത്തുകൾക്ക് കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളാകെ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോറ് കേടാകാത്ത രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും നിർമ്മിക്കുക അല്ലെങ്കിൽ അത് പൂർത്തിയാക്കുക എന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ എൻ്റെ അടുത്ത് 2-3 വട്ടം മന്ത്രി ചോദിച്ചാൽ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പോൾ വിവിധ തരം ചർച്ച നടത്തിയതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ അപ്സ്റ്റെയർ എടുക്കുക, അതിൻ്റെ മുകളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, താഴെ റൂമും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാക്കുക, ഒരു ഭാഗം ഓപ്പൺ ജിമ്മിന് എടുക്കുക. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 4 ബാഡ്മിൻ്റൺ കോർട്ടുകൾ, 4 ടീമിന് നിന്ന് കളിക്കാവുന്ന ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ സ്ഥലം നമുക്കകത്ത് ലഭിക്കും. അത് പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ ആ നിർമ്മാണം നടക്കുന്നതിനിടയിൽ തന്നെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഫണ്ട് കൂടി കണ്ടെത്താൻ കഴിയും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകുന്നു. തീർച്ചയായും നമുക്ക് ഇത് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോകാം. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ
PK അനിൽകുമാർ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി, ജമീല B. AM, CB മുഹമ്മദ് ബഷീർ, വിവിധ ഡിവിഷനിലെ കൗൺസിലർമാർ, കക്ഷി രാഷ്ട്രീയ നേതാക്കളായ P. മോഹൻദാസ്, MA കബീർ, CL തോമസ്, AL ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, മിണാലൂർ.